മസ്ക് വലിയ സ്വപ്നത്തിന്റെ പിന്നാലെയാണ്. ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത പുതിയൊരു സ്വപ്നവുമായി മസ്ക് രംഗത്തെത്തുന്നു. നമുക്കറിയാം, ഏറ്റവും വേഗതയേറിയ യാത്രാ മാർഗം വിമാനമാണ്. സാധാരണ യാത്രാ വിമാനത്തിന് ഒരു മണിക്കൂറിൽ 1000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും. 40,000 അടി ഉയരത്തിലൂടെ പോയാൽ അതാണ് ഏറ്റവും വേഗതയേറിയ യാത്രാ മാർഗം. എന്നാൽ അതിന്റെ 5 ഇരട്ടി വേഗതയുള്ള ഒരു പുതിയ ഗതാഗത സംവിധാനം കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് മസ്ക് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതും ട്രെയിനിലെ. അതായത് തുരങ്കം നിർമ്മിക്കുക, തുരങ്കത്തിൽ പ്രത്യേകതരം വാതകം നിറയ്ക്കുക, ആ വാതകത്തിലൂടെ പാളത്തിന് മുകളിലൂടെ പറന്നു പോകുന്ന ട്രെയിൻ. ഈ ട്രെയിനിനെ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വേഗതയാണ്. അത് നടപ്പിലാക്കും എന്നാണ് മസ്ക് പറയുന്നത്. ചൈനയും ജപ്പാനും ജർമ്മനിയും ഈ സാങ്കേതിക വിദ്യ ഇതിനു മുമ്പ് തന്നെ വളർത്തിയെടുത്തിട്ടുണ്ട്. മാംഗ്ലേവ് എന്നാണ് ആ ടെക്നോളജിയുടെ പേര്. ചൈന മാംഗ്ലേവ് ട്രെയിനുകൾക്ക് വേണ്ടി മാത്രം 2 പ്രത്യേക ലൈനുകൾ തുറന്നിട്ടുണ്ട്. പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 മൈൽ ദൂരത്തിൽ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. ആ പരീക്ഷണത്തിൽ ഏതാണ്ട് 1000 കിലോമീറ്റർ വരെ വേഗതയിൽ അവർക്കത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. വലിയ ഗവേഷണങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കും. ഈ സാങ്കേതിക വിദ്യയെ വലിയ തോതിൽ ഉപയോഗിക്കാനാണ് ഇപ്പോൾ മസ്ക് രംഗത്ത് വരുന്നത്. മസ്ക് പറയുന്നു, ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിലേക്ക് 54 മിനിറ്റ് കൊണ്ട് ടണലിലൂടെ താൻ ട്രെയിൻ ഓടിക്കുമെന്നാണ്. ലണ്ടൻ ന്യൂയോർക്ക് എന്ന് പറയുന്നത് 5470 കിലോമീറ്റർ ദൂരമാണ്. 5470 കിലോമീറ്റർ. ലണ്ടൻ ഡൽഹി 6700 കിലോമീറ്റർ ആണ്. ഈ 5470 കിലോമീറ്റർ 1 മണിക്കൂർ വേണ്ട, 54 മിനിറ്റ് മതി എന്നാണ് മസ്ക് അവകാശപ്പെടുന്നത്. അതായത് മണിക്കൂറിന് ഏതാണ്ട് 6000 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടിക്കാൻ കഴിയുമെന്ന് പറയുന്നു. ബോയിങ് 737 വിമാനത്തിന്റെ 6 ഇരട്ടിയിലധികമാണ് ഈ സ്പീഡ്. 901 കിലോമീറ്റർ വേഗതയിൽ വരെയാണ് ആ വിമാനം പറക്കുന്നത്. ഇതാണ് ഇപ്പോൾ പറയുന്നത് മണിക്കൂറിൽ 6000 കിലോമീറ്റർ വേഗതയിൽ പറക്കുമെന്ന്.